हम्बली रिक्वेस्ट कर रहे हैं। मैंने अभी 112 पे कॉल कर दिया, लेट द पुलिस कम, उसके बाद मैं बात करूँ। तो पुलिस भी तो बाहर ही आएगी, वो यहाँ तक नहीं आएगी ना। नहीं, कुछ नहीं होता, अब अंदर ही आएगी जो होगा। 7 തവണ വൈഭവ് സ്വാതി മലിവാളിനെ മുഖത്തടിച്ചുവെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെഞ്ചിലും ഇടുപ്പിലും അടിവയറ്റിലും ചവിട്ടി. അസഭ്യം പറഞ്ഞാണ് മർദ്ദിച്ചത് എന്നും സ്വാതിയുടെ മൊഴിയിലുണ്ട്. കെജ്രിവാളിനെ കാണാനാണ് സിവിൽ ലൈൻസിലെ വസതിയിലെത്തിയത്. സുരക്ഷാ ജീവനക്കാർ മുഖ്യമന്ത്രി അകത്തുണ്ടെന്നും സ്വീകരണ മുറിയിൽ കാത്തിരിക്കാനും നിർദ്ദേശം നൽകി. അതിനിടയിൽ പെട്ടെന്നായിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതെ വൈഭവ് കുമാറിന്റെ ആക്രമണമെന്ന് സ്വാതി പറയുന്നു. സ്വീകരണ മുറിയിലിട്ട് വലിച്ചിഴയ്ക്കുകയും ഷർട്ടിൽ പിടിച്ചു വലിക്കുകയും ചെയ്തതായി എഫ്ഐആറിലെ വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നു. അതേസമയം സംഭവത്തെ രാഷ്ട്രീയവത്കരിക്കാതിരിക്കാനാണ് ആദ്യം രേഖാമൂലം പരാതി നൽകാതിരുന്നത് എന്നും സ്വാതി വ്യക്തമാക്കിയിട്ടുണ്ട്. बाउंसर से पिटवाएंगे या पीआ से उनके पीए से पिटवाएंगे, आदमी को जलील करके निकालेंगे. कोई सीधा रास्ता बाहर जाने के लिए नहीं है. പരാതിയെ തുടർന്ന് സ്വാതി സെക്ഷൻ 164 പ്രകാരം മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി രേഖപ്പെടുത്തി. അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ കേസിനാസ്പദമായ സംഭവത്തിന്റെ ചില ദൃശ്യങ്ങൾ ആം ആദ്മി പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടു. സ്വാതി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിനകത്തിരിക്കുന്നതും പോലീസ് വരട്ടെ എന്ന് സുരക്ഷാ ജീവനക്കാരോട് പറയുന്നതും കാണാം. ഈ വീഡിയോ പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ വൈഭവിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന് ആം ആദ്മി പാർട്ടി സമ്മതിച്ചിട്ടും നടപടി എടുക്കാത്തതും അരവിന്ദ് കെജ്രിവാളിനൊപ്പം വൈഭവ് തുടരുന്നതുമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പാർട്ടി നേതാക്കൾക്കൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തുടരുന്നുണ്ട് വൈഭവ് കുമാർ. വിഷയത്തിൽ കെജ്രിവാൾ മൗനം വെടിയണമെന്നും ആവശ്യം ഉയരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.